ഇന്ത്യയിൽ ബിസിനസ് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോം ചെയ്യണമെങ്കിൽ ഒരാൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ പലതരത്തിൽ ബിസിനസ് തുടങ്ങാം. അത് പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്, LLP ഉണ്ട്, അതുപോലെ കമ്പനി ഉണ്ട്. കമ്പനിയിലെ പിന്നെയും ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒറ്റയ്ക്കൊരു ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ, കാരണം പലർക്കും അറിയില്ല ഒരു ബിസിനസ് ക്ലിക്ക് ആകുമോ ഇല്ലയോ എന്നൊന്നും പലർക്കും ഒരു ഉറപ്പ് കാണില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ട്രയൽ നോക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്കൊന്നും പരീക്ഷിക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സംഭവമാണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്റർഷിപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ ബിസിനസ് തുടങ്ങുന്ന ആ വ്യക്തിയായിരിക്കും അതിൻ്റെ മെയിൻ ആൾ, വേറെ പുറമേ നിന്ന് ആരും കാണില്ല. അതിൻ്റെ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്റർ രജിസ്ട്രേഷന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പാനും ആധാറും ആയിരിക്കും എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. നാളെ ഇൻകം ടാക്സിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സ്ഥാപനത്തിനായിട്ട് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ കാണില്ല, ഈ പറയുന്ന വ്യക്തിയുടെ ഇൻകം ടാക്സ് റിട്ടേൺ ആയിരിക്കും നമ്മൾ ഫയൽ ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ പാനാണ് ഇതിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ നെയിമിംഗ് ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പേര് അതിൽ സെലക്ട് ചെയ്യാം. അതിനകത്ത് ഒറ്റ കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഈ പേരിന് ട്രേഡ് മാർക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നമ്മളൊന്ന് എൻഷുർ ചെയ്താൽ മതി. ട്രേഡ് മാർക്കൊന്നും ഇല്ലാത്ത പേരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ചൂസ് ചെയ്യാം. പിന്നെ ആ പേരിൻ്റെ ലാസ്റ്റ് നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാം പ്രൊപ്പറേറ്റർ ആയിരിക്കും, പക്ഷേ ലാസ്റ്റ് കമ്പനിന്ന് അല്ലെങ്കിൽ LLP എന്നൊക്കെയും പറഞ്ഞ് ആഡ് ചെയ്യും. അത് ലീഗലി വാലിഡ് അല്ല. കാരണം എന്ന് വെച്ചാൽ LLP അല്ലെങ്കിൽ കമ്പനി എന്നൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലുള്ള രജിസ്ട്രേഷൻ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. ഒരു പ്രൊപ്പറേറ്ററിന് വേറെ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അദ്ദേഹത്തിന് ആ ബ്രാൻഡ് അത് ആ ട്രേഡ് നെയിം പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അല്ലാതെ വേറെ അതിന് ലീഗൽ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ലീഗൽ ഗൈഡ് ലൈൻസോ അങ്ങനെ ഒന്നും തന്നെ ഒരു പ്രൊപ്പറേറ്ററിൻ്റെ പേരിനില്ല. നിങ്ങൾക്കിപ്പം നിലവിലുള്ള ഒരു കമ്പനിയുടെ പേര് വെച്ച് തന്നെ തുടങ്ങുകയാണെന്ന് നോക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിലയൻസ് എന്നുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പേരാണ്. അതേ പേരിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊപ്പറേറ്റർ ട്രേഡ് നെയിമും വേണമെന്ന് നോക്കുക. അപ്പം നമുക്കത് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഇനിയിപ്പം നാളെ റിലയൻസുകാർ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നമ്മുടെ അടുത്ത് വരുവാണ്, ഇത് ഞങ്ങളുടെ ട്രേഡ് മാർക്കാണ് അങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ അത് പേര് മാറ്റേണ്ടി വരും. അതേസമയം നമുക്കൊരു വിഷൻ, ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു വിഷൻ കാണും, ഇത് ഒരു ഇന്ന ഇടത്തേക്ക് നമുക്ക് എത്തണം, അല്ലെങ്കിൽ ഇതെപ്പോഴും ഈ ഒരു ചെറിയ സംരംഭമായിട്ട് നിന്നാൽ പറ്റില്ല, അടുത്ത ലെവലിലേക്ക് എത്തണം എന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം എടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പേര് മാറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആളുകളുടെ മൈൻഡിൽ ഈ ഒരു പേര് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാകും. പിന്നെ നാളെ അത് ലീഗൽ ഇഷ്യൂസ് വരാം, നമ്മളത് മാറ്റാനായിട്ട് നടക്കണം, വീണ്ടും അവിടെ ഒരു റീബ്രാൻഡിങ് നടക്കുവാണ്. അത് ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം റീബ്രാൻഡിങ് എന്നൊക്കെയും പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ നമ്മൾ ഒരുപാട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. നമ്മുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ട്രേഡ് നെയിമിലായിരിക്കും കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഈവൻ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ പോലും യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം കൊണ്ട് തുടങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. പക്ഷെ അത് ഓരോ ബാങ്കിനും ഓരോ മാനദണ്ഡങ്ങൾ കാണും. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള 2-3 ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും, നമുക്ക് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ടും എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉദ്യാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പഴയ MSME ആണ് ഇപ്പോഴത്തെ ഉദ്യാം രജിസ്ട്രേഷൻ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പം ഉദ്യാം രജിസ്ട്രേഷനിൽ നമ്മുടെ ട്രേഡ് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊരു ഗവൺമെൻറ് ഇഷ്യൂഡ് ഡോക്യുമെൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യാറുണ്ട് പല ബാങ്ക്സും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. GST പലർക്കും മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും ഈ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ട്രേഡ് നെയിമിൽ തന്നെ വേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ പലരും GST രജിസ്ട്രേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ GST സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഈ ട്രേഡ് നെയിം പ്രിൻ്റഡ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ഈ 2 ഗവൺമെൻറ് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റും വെച്ച് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ട്രേഡ് നെയിമിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. പിന്നെ അതിൽ ഈ യൂസ് ചെയ്യുന്ന പാൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പറേറ്ററിൻ്റെ പാൻ നമ്പർ തന്നെയായിരിക്കും ഈ കറണ്ട് അക്കൗണ്ടിലും സീൽഡ് ആയിട്ട് വരുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഒരു ലീഗൽ സ്റ്റേറ്റസ് എന്താണ് എന്ന് വെച്ചാൽ അതൊരു ലീഗൽ എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമോ, അതോ അതൊരു ഇൻഡിവിജ്വലായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? ഒരു പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിനെ നമുക്കൊരു കമ്പനി പോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രൊപ്പറേറ്റർഷിപ്പ് വളരെ മിനിമൽ കോസ്റ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സിന് മാത്രം അനുയോജ്യമായ ഒരു ബിസിനസ് മോഡലാണ്. അപ്പം അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഇതില്ല. അത് ആരാണോ ആ ബിസിനസ് ചെയ്യുന്നത്, ആ പ്രൊപ്പറേറ്റർ ആരാണോ അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പിന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരാൾക്കൊരു ബിസിനസ് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു ബിസിനസ് മോഡലാണ് ഈ പ്രൊപ്രൈറ്ററി എന്ന് പറയുന്നത്. ലൈബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലൈബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ലൈബിലിറ്റി എന്ന് പറയുന്നത്, അതായത് എത്രത്തോളം ലൈബിലിറ്റി ആ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആ വ്യക്തി ഇൻഡിവിജ്വലി ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, അത് സപ്ലൈസിന് കൊടുക്കാനുള്ളതാവാം, സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറി ആവാം, എന്തൊക്കെയും പേയബിൾസ് ഉണ്ടോ, എത്രത്തോളം ലയബിലിറ്റീസ് ആ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിന് മുഴുവനും ഇദ്ദേഹം പേഴ്സണലി ലയബിൾ ആകും. കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംരംഭത്തിന് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തുകൾ വിറ്റിട്ടാണെങ്കിലും ഈ ലയബിലിറ്റി തീർക്കാനുള്ള ഒരു ബാധ്യത ഇദ്ദേഹത്തിനുണ്ട്. അതാണ് ഒരു പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു ഫേം അതൊരു സോൾ പ്രൊപ്രൈറ്റർ ആണെങ്കിൽ ആ ബിസിനസ് ഓണറിന് ആ ബിസിനസ് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് ഇപ്പം പുള്ളിയുടെ ഫ്രണ്ടിന് ഇപ്പോൾ അത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണോ? ഓണർഷിപ്പിൻ്റെ കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേണിന് ഒരിക്കലും നമുക്ക് ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പാനും ആധാറും ആ പുള്ളിയുടെ ഇൻഡിവിജ്വൽ ക്രെഡൻഷ്യൽസ് വെച്ചായിരിക്കും നമ്മൾ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത്. ഈവൻ GST രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ട എല്ലാ രജിസ്ട്രേഷനും ആ വ്യക്തിയുടെ പേരിലായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണത്താൽ നമുക്ക് ഈ ഓണർഷിപ്പ് ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം വേറൊരാൾക്ക് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാനും ആധാറും എല്ലാം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് പുതിയ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്കിതിനകത്തൊരു ഓപ്ഷനുള്ളൂ. ഒരിക്കലും ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? നമുക്കിപ്പം രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എത്ര വരുന്നത്, പിന്നെ അങ്ങോട്ട് ആനുവലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത്? ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ കോസ്റ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കിതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അടുത്ത് നിന്ന് ഒരു കമ്പനി അല്ലെങ്കിൽ LLP, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് പോലെ നമ്മളൊരു രജിസ്റ്റേർഡ് അതോറിറ്റിയുടെ അടുത്തു നിന്ന് ഒരിക്കലും നമുക്കൊരു രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ ഈ ബിസിനസ് ചെയ്യുന്നത്, അത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, ഇനിയിപ്പോൾ അതല്ല പഞ്ചായത്താണെങ്കിൽ അതുപോലുള്ള ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമ്മളൊരു ലൈസൻസ് എടുത്തിട്ടാണ് ഈ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പം അവിടെ അടയ്ക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഫീസുകൾ, അതിപ്പം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തലത്തിൽ അത് ഫീസും മാറി മാറി വരും. ആ ഫീസുകൾ മാത്രം നമ്മൾ അടച്ച് നമുക്ക് ഒരു പ്രൊപ്രൈറ്ററി കൺസേൺ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടാക്സേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊരു ഇൻഡിവിജ്വൽ നെയിമിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ITR-ഉം ഈ സ്ഥാപനത്തിൻ്റെ ITR-ഉം ഇൻകം ടാക്സ് റിട്ടേണും രണ്ടും സെയിം ആയിരിക്കും. നമ്മളൊരു ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതിപ്പം ഒരു പ്രൊപ്രൈറ്റർ ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും, അത് എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് GST രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ GST നമുക്ക് ആപ്ലിക്കബിൾ ആകും ആ ലിമിറ്റ് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം എംപ്ലോയീസിൻ്റെ അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ESI റിട്ടേൺസ് വേണം, അല്ലെങ്കിൽ PF റിട്ടേൺസ് വേണം. ഇതുപോലെ ഇങ്ങനെയുള്ള കംപ്ലയൻസുകൾക്ക് നമുക്ക് ആ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നതിനൊരു പ്രസക്തിയേ ഇല്ല. അവിടെ എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്രൊപ്രൈറ്ററിൻ്റെ മാത്രം മെയിൻ്റനൻസ് കോസ്റ്റിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. കാരണം ആ ബിസിനസ്സിന് എന്തൊക്കെയാണോ ആപ്ലിക്കബിലിറ്റി വരുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ആനുവൽ കോസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ആ പ്രൊപ്രൈറ്ററിൻ്റെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെയായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതിപ്പം ഓഡിറ്റിൻ്റെ പർവിൽ വരുന്ന കേസാണെങ്കിൽ ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യണം. ഇനിയിപ്പോൾ ഓഡിറ്റ് ഇല്ലാത്ത കേസാണെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്റ് ഇല്ലാതെ തന്നെ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. സ്ഥാപനത്തിനായിട്ട് സെപ്പറേറ്റ് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ട്രേഡ് നെയിമിൽ നമ്മൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തു എന്ന് വെക്കുക. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വ്യക്തിപരമായ പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടും 2-3 എണ്ണം കാണും. ഇതെല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഒരു പ്രൊപ്രൈറ്റർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്കൊരു 3 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ടെന്ന് വെക്കാം, എല്ലാം പ്രൊപ്രൈറ്ററി തന്നെ. അപ്പം നമ്മൾ ഈ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ ഈ 3 ബിസിനസ്സിൻ്റെ സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ഒരു ഒറ്റ പാനലായിരിക്കും നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കഴിഞ്ഞു. LLP ആയിരുന്നു സംഭവം.